കോൺഗ്രസും ഒപ്പം UDF-ഉം ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് ഐക്യത്തോടെ നിന്നാൽ അത്ഭുതകരമായ വിജയങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളൊരു പാഠം കൂടിയാണ് നിലമ്പൂര് അവർക്ക് നൽകുന്നത്. പതിവില്ലാത്ത ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും കോൺഗ്രസുകാർക്കിടയിലും കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും തമ്മിലുമുണ്ടായി. ഘടക കക്ഷികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് വിചാരിച്ചാൽ മതി. പണ്ട് ആര്യാടൻ മത്സരിക്കുമ്പോൾ ആര്യാടനുമായിട്ട് മുസ്ലിം ലീഗിന് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലീഗിനെ അംഗീകരിച്ചിരുന്ന ഒരാളായിരുന്നില്ല ആര്യാടൻ മുഹമ്മദ്. അതിന്റെ ചേരായികളൊക്കെ ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്തേക്ക് വന്നപ്പോൾ, നേരത്തെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, അന്ന് തോറ്റുപോയി. ഈ രണ്ടാം കുറി അദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഇറക്കിയപ്പോൾ, ജൂനിയർ ആര്യാടനായിട്ട് രംഗത്ത് വന്നപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ലീഗ് അദ്ദേഹത്തെ കണക്കാക്കിയത്, അദ്ദേഹത്തിന് വേണ്ടി പോരാടിയത്. അവരുടെ മുഴുവൻ അണികളും കോൺഗ്രസ് അണികൾക്കൊപ്പം ഇറങ്ങി നിന്ന് ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ ഭാഗത്തും അതുപോലെ ഒരു തരത്തിലുള്ള അനുതര സാധാരണമായ ഐക്യം നമ്മൾ കാണുകയുണ്ടായി. ഈ VS ജോയി DCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഈ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത്. അൻവറൊക്കെ ആദ്യം ശുപാർശ ചെയ്തത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ജോയിയുടെ പേരായിരുന്നു. അത് ഷൗക്കത്ത് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും ജോയി ഒപ്പത്തിനൊപ്പം പരിഗണിക്കപ്പെട്ട ഒരാളായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി. പക്ഷെ അവസാനം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി നറുക്ക് വീണപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ തൊട്ടടുത്ത ദിവസം മുതൽ പ്രചാരണ രംഗത്ത് മുമ്പിൽ നിന്ന് ജോയിയെ കൂടെ ഷൗക്കത്തിന്റെ ഈ വിജയം കോൺഗ്രസ് ആഘോഷിക്കുമ്പോൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ കോൺഗ്രസിന് അത്ര പതിവുള്ള കാര്യങ്ങളല്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ നേതൃ തലത്തിൽ ചെറുപ്പക്കാരുടെ ഒരു ടീം വളർന്നു വരുന്നതിന്റെ ഒരു ലക്ഷണവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. പക്ഷെ അത് കൂടുതൽ ബലവത്തായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ളവർ, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, 3 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ചെറുപ്പക്കാര വിഷ്ണു ഷാഫിയും അതുപോലെ തന്നെ പി അനിൽകുമാറിന് ഈ മണ്ഡലത്തിന്റെ പ്രത്യേക ചുമതല തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ നേതൃത്വത്തിൽ KC വേണുഗോപാലും അതുപോലെ VD സതീശനും ഒക്കെ അടങ്ങുന്ന മുതിർന്നവര്, അങ്ങനെ ഒരു ടീം, ഒരു നല്ല ബ്ലൻഡ്, അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു ഗുണഫലം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ വരികയും എന്തെങ്കിലുമൊക്കെ കുശുമ്പും കുന്നായ്മയും പറയുകയും അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ ഒരു പതിവ്. ഇത്തവണ ഇത് ഉണ്ടായില്ല. ഈ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ചെറുപ്പക്കാര് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, അതാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അവർക്ക് വിജയം കിട്ടുകയും ചെയ്തു. ഇത് 1970-കളിലെ അല്ലെങ്കിൽ 60-കളുടെ അവസാനം 70-കളില് ആന്റണി ഉമ്മൻചാണ്ടിയും ഷൺമുഖദാസും കൊട്ടറ ഗോപാലകൃഷ്ണനും ഒക്കെ ജയിച്ചു വന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗന്ധം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് കാണാൻ കഴിഞ്ഞു. അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ VD സതീശൻ എടുത്ത വളരെ ഉറച്ചൊരു നിലപാട്, അതിനെ ധീരമായ നിലപാട് എന്ന് തന്നെ പറയണം. അതിന് ലഭിച്ച ഒരു അംഗീകാരം കൂടിയാണ് ഈ ഷൗക്കത്തിന്റെ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷം ഒരു 2,000-ഓ 3,000-ഓ ഒരു 5,000-ഓ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു അനാലിസിന്റെ സ്കോപ്പ് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോഴല്ല, 11,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം, ഏതാണ്ട് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു മുൻതൂക്കം അത് ലഭിച്ചപ്പോൾ ഈ അൻവറിന്റെ കാര്യത്തിൽ സതീശൻ എടുത്ത നിലപാട് ശരിയായിരുന്നു. സാധാരണ കോൺഗ്രസിന്റെ ഒരു രീതി അതല്ല. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുമ്പില് പലപ്പോഴും വഴങ്ങിക്കൊടുക്കുന്ന ഒരു രീതിയാണ്. അൻവർ സമ്മർദ്ദം ചെലുത്തിയാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ലീഗ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക, അതായിരുന്നു പഴയ രീതി. അതൊക്കെ മാറിയിരിക്കുന്നു. അൻവറിന്റെ ഈ അപ്രമാദിത്വം അങ്ങനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അൻവറിനെ എതിർക്കാൻ കാരണമുണ്ട്. അൻവറിനെ എടുക്കാൻ തീരുമാനിച്ചതാണ് ഒരു അസോസിയേറ്റ് അംഗമായിട്ട് UDF-ല്. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അടുത്ത നിമിഷത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന ഒരാളിനെ എങ്ങനെയാണ് ഒരു മുന്നണിക്ക് എടുക്കാൻ കഴിയുക? കുറെ വോട്ട് കൂടുതൽ ലഭിക്കുമായിരുന്നു. അൻവറിന് കിട്ടിയ വോട്ടുകൾ അതിന്റെ സൂചനയാണ്. അതിനെപ്പറ്റി പിന്നീട് പറയാം. പക്ഷേ അതല്ല പ്രധാനം. ജയം പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ചില നിലപാടുകൾ വേണം, എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു അഭിപ്രായത്തില്
സതീശൻ ഉറച്ചു നിന്നു. അങ്ങനെയാണ് അൻവർ യു ഡി എഫിൽ പ്രവേശനം കിട്ടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ആ ഒരു നിലപാട് അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ ഒത്തുതീർപ്പുകൾക്കും വഴങ്ങുക, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതിന്റെ പേരിൽ ഓരോ വർഗീയ വിഭാഗങ്ങളുടെയും സാമുദായിക ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുക, അതല്ല ശരിയായ രാഷ്ട്രീയം. അതിന്റെ കാലം കഴിഞ്ഞു. ചെറുപ്പക്കാർ അത്തരത്തിലല്ല ചിന്തിക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്. അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ളവരുടെ അവരുടെ രീതികളിലും ശൈലികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സതീശന് മനസ്സിലായി. കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അതിനെ പിന്തുണച്ചു. KPCC പ്രസിഡന്റും ഒപ്പം നിന്നു. പക്ഷേ പഴയ സംവിധാനമായിരുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല അൻവർ ഇന്ന് UDF-നൊപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ നിലപാടിന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം നൽകുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ പല നിരീക്ഷകരും അൻവറിനെ എഴുതി തള്ളിയതാണ്. 3000, 4000 അല്ലെങ്കിൽ 10000 വോട്ട് പരമാവധി ലഭിക്കും, അതിനപ്പുറത്ത് കിട്ടില്ല, അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുമാണ്. വ്യക്തിപരമായിട്ട് ഞാനും അദ്ദേഹത്തിന് ഇത്രയും വോട്ട് 20,000 വോട്ടിനടുത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം 19,500 വോട്ടിലേറെ നേടിയിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോകുമെന്ന് പ്രവചിച്ചവരാണ് ഭൂരിപക്ഷവും. പക്ഷേ അദ്ദേഹത്തിന് പ്രസക്തി നിലനിർത്താൻ ഈ വോട്ടിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്, മറ്റൊരു വിഷയമാണ്. ഇവിടെ അൻവറിന് അദ്ദേഹത്തിന്റെ പ്രസക്തി നിലനിർത്താനായിട്ട് സാധിച്ചു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം പിടിച്ചത് ആരുടെ വോട്ടാണ്? LDF-ന്റെ ആണോ UDF-ന്റെ ആണോ? അത് സംബന്ധിച്ച വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ഇനിയും നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ പഞ്ചായത്തിലും വോട്ടർമാരുടെ ബിഹേവിയർ എന്തായിരുന്നു എന്നൊക്കെ ആലോചിച്ചും പഠിച്ചും വേണം അത്തരത്തിലുള്ള നിഗമനങ്ങളിലെത്താൻ. പക്ഷേ അൻവറിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താൻ സാധിച്ചു. ഇനി അദ്ദേഹം UDF-ൽ ഒരു അംഗത്വം ചോദിച്ചാൽ പെട്ടെന്ന് അത് തള്ളിക്കളയുക എളുപ്പമായിരിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പ് ഫലാവലോകനങ്ങൾക്കിടയിൽ ഒരു ചാനല് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഇക്കാര്യം ചോദിച്ചപ്പോ അങ്ങനെ UDF-ന്റെ വാതിലൊന്നും പൂട്ടിയിട്ടില്ലല്ലോ, താക്കോലുണ്ടെങ്കിൽ തുറക്കാമല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് UDF ആലോചിക്കട്ടെ, അപ്പോൾ അഭിപ്രായം പറയാം എന്നാണ്. എന്തായാലും UDF-ന് ഇനി അൻവറിന്റെ UDF-ഉമായിട്ടുള്ള സഹകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, അതിൽ സംശയമില്ല.